ഹായ് ഓൾ. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ നമ്മൾ റെസിസ്റ്റൻസിന് കുറച്ച് താഴത്താണ് അല്ലേ. അതിനുശേഷം എന്തായാലും നമ്മൾ റെസിസ്റ്റൻസിലേക്ക് പോയിട്ട് 24,600 ടച്ച് ചെയ്ത ഉടനെ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു. അത് നമ്മൾ പറഞ്ഞ സപ്പോർട്ട് വരെ 24,540 വരെ കൃത്യം വന്നതിന് ശേഷം വീണ്ടും റിവേഴ്സ് പോയി. അപ്പോൾ നമ്മൾ സപ്പോർട്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും അതേ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് തന്നെ വന്നു. അത് രണ്ടാമത് എടുത്ത ആൾക്കാരുണ്ട് രണ്ടാമത് ട്രേഡ് എടുത്ത് വരും. ഞാൻ എടുത്തിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം. പിന്നെ എന്താ നമ്മൾ ആ ലെവൽ അവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ ലെവൽ 24,640 ബ്രേക്ക് ചെയ്യണമെന്നാണ്. എങ്കിൽ സി സൈഡിലേക്ക് നമ്മൾ ട്രേഡ് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത്. പക്ഷേ 24,640 ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക് ചെയ്തുവെങ്കിലും പക്ഷേ അത് മുകളിലേക്ക് വലിയ മൂവ്മെൻറ്റ് ഉണ്ടായില്ല. അത് SL അടിക്കുക ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 2 ട്രേഡ് എടുത്തു. രാവിലത്തെ ഒന്ന് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഉച്ചക്കത്തെ ഒരു SL കിട്ടി. അങ്ങനെയാണ് ഉണ്ടായത്. ചെറിയ മൂവ്മെൻറ്റുകളെ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വലിയൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. നാളത്തെ ദിവസത്തെ ട്രേഡ് വെച്ചെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന ലെവൽ വെച്ച് 24,600 ഒരു സപ്പോർട്ടാണ്. 24,660 മുതൽ 680 വരെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ അതിനിടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ട്രേഡ് എടുക്കും, ആ സൈഡിലേക്ക് എടുക്കും. പിന്നെ താഴത്തേക്ക് ഇന്നലത്തെ സപ്പോർട്ട് തന്നെ 24,540 ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. തൊട്ട് താഴെ 24,520 ഉണ്ട്. അപ്പോൾ അതൊരു റേഞ്ച് ആയിട്ട് എടുത്താൽ മതി. 24,540 മുതൽ 24,520 വരെ ഒരു റേഞ്ച് ആയിട്ട് എടുത്താൽ മതി. ആ റേഞ്ചും കൂടി ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റി നന്നായിട്ട് താഴത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 24,400 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 450 വരെ ആദ്യം എത്തും. അതിനുശേഷം അതും കൂടി ബ്രേക്ക് ചെയ്ത് 450 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതും ബ്രേക്ക് ചെയ്താൽ 400 വരെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മുകളിലേക്കാണെങ്കിൽ 24,680 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 740 വരെ നിഫ്റ്റിക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. 24,740 വരെ പോകും. അത് ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അതിനുശേഷം നിഫ്റ്റി താഴേക്ക് വന്നതിന് ശേഷം ഏകദേശം 24,660 ആ റേഞ്ചിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതിനുശേഷം നിഫ്റ്റി മുകളിലേക്ക് പോകാൻ സാധ്യതയാണ്. അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കാനലിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് എടുക്കാം. ചെറിയൊരു SL വരുന്നുള്ളൂ. അതിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,740 നമുക്ക് ഈ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രം കേട്ടോ. പിന്നെ 800 എന്തായാലും നമുക്ക് ഈ സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അത് അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തുമെന്ന് അറിയില്ല. പിന്നീടുള്ളത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഇന്നത്തെ സപ്പോർട്ട് എടുത്തിട്ട് 24,540 ആ റേഞ്ചിൻ്റെ തിരിച്ചൊരു ബൗൺസ് ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ട്രേഡ് എടുക്കാം. ചില സമയത്ത് എന്താ അതൊന്ന് താഴേക്ക് വന്ന് 24,520 വരെ വരും. എന്നിട്ട് തിരിച്ചു പോയിട്ടായിരിക്കും ചെയ്യുന്നത്. തിരിച്ചു പോയിട്ട് വീണ്ടും നമുക്ക് ഒരു ട്രേഡ് സി സൈഡിലേക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് മാർക്കറ്റ് പ്രധാനപ്പെട്ട ലെവലുകൾ. ഒന്നുകൂടി ഞാൻ പറയാം. 24,540 മുതൽ 24,520 വരെ ഡൗൺ സൈഡിൽ. അതിന് തൊട്ട് മുകളിലുള്ളത് സപ്പോർട്ട് 24,600. അതിന് മുകളിലുള്ളത് 24,660 മുതൽ 24,680 വരെ. പിന്നെ 24,740. പിന്നെ 24,800 അത് കുറച്ച് മുകളിലായി. പിന്നെ ഏറ്റവും താഴത്തുള്ളത് 24,450 ഉണ്ട്, 400 ഉണ്ട്. ഓക്കെ, 2 സപ്പോർട്ടുകൾ. ഇത്രയും ലെവലുകളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് നാളത്തെ ട്രേഡ് സെറ്റാക്കാം. ഓക്കെ, പിന്നെ നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയ ലോട്ട് എടുക്കുക. പിന്നെ ആ ലോട്ട് എടുക്കുന്ന സൈസ് ആ ഒരു പ്രൈസ് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിൽ മാത്രം എടുക്കുക. എന്നിട്ട് നോക്കി മാത്രം ട്രേഡ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സെഷൻ വെക്കുന്ന കാര്യം. അതായത് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജീനെ കുറിച്ചിട്ടും പിന്നെ അതെങ്ങനെ ഉപയോഗിക്കാം, അതെങ്ങനെ വരക്കാം, അതായത് റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എങ്ങനെ വരക്കാം, പിന്നെ ഞാൻ ചെയ്യുന്ന ചില സ്ട്രാറ്റജികൾ എങ്ങനെ റിസ്ക് റിവാർഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ സെഷൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്ത് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ഹായ് അയച്ചാൽ മതി, റിപ്ലൈ തരും കേട്ടോ അവർ. ഓക്കെ.